ഡോക്ടർ സൗമ്യ സരിൻ, ഇത്തരം സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ് താങ്കൾ. ഇപ്പോൾ താങ്കൾ പലപ്പോഴും പോസ്റ്റുകൾ ഇടുകയും ഇനി സൈബർ പോരാളികൾ വന്ന് നിങ്ങൾ എന്നെ ആക്രമിച്ചോ, എനിക്ക് പറയാനുള്ളത് പറയും എന്ന് പറഞ്ഞ് വീണ്ടും ആ പോസ്റ്റുകൾ ഇടുകയൊക്കെ ചെയ്യുന്നത് ഡോക്ടർ സൗമ്യ സരിൻ സ്ഥിരമായി ചെയ്യാറുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്കെതിരെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങൾ, ഇതുപോലെ അപവാദ കഥകൾ, നമ്മൾ അവഹേളിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഇതൊക്കെ ഏത് തരത്തിലാണ് നമ്മൾ നേരിടേണ്ടത്, ഇല്ലാതാക്കേണ്ടത്? ഇപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പെരുമാറ്റം എന്നതൊരു ബേസിക് സോഷ്യൽ നോമാണ്. എല്ലാ കാര്യത്തിലും സാമൂഹ്യ ജീവി എന്ന നിലയിൽ മനുഷ്യർ റെസ്പോൺസിബിൾ ആയിരിക്കണം. പക്ഷെ അതില്ലാത്തത് കൊണ്ടാണല്ലോ കുറ്റവാളികൾ ഉണ്ടാകുന്നത്. ഗോപി പറഞ്ഞ പോലെ തന്നെ എനിക്കിതിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. കാരണം ഗോപിക്ക് അറിയാലോ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളായതുകൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടോ ആണോ എനിക്ക് ഈ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുള്ളത്? ഒരിക്കലുമല്ല. ഞാൻ എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് എനിക്കറിയാവുന്ന, ഞാൻ ചെയ്യുന്ന എന്റെ തൊഴിലും എനിക്കറിയാവുന്ന എന്റെ വിദ്യ, അതായത് ഞാനൊരു കുട്ടികളുടെ ഡോക്ടറാണ്, അങ്ങനെയുള്ള മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും പിന്നെ എന്റേതായിട്ടുള്ള ചില ഇൻട്രസ്റ്റുകൾ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും ഒക്കെയാണ്. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഭർത്താവ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായത് കൊണ്ടാണ്. അത് ഇപ്പോ റീസെന്റ് ടൈംസിൽ അതൊരു 10 ടൈംസ് ആയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം, അതിന്റെ കാരണവും അറിയാം. അദ്ദേഹം ആദ്യം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതിനുശേഷം മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം CPM-ലേക്ക് മാറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നിരുന്ന സൈബർ അറ്റാക്കുകൾ ഏകദേശം ഒരു 10 ടൈംസ് ഇപ്പൊ റീസെന്റ് ആയിട്ടുണ്ട്. പക്ഷെ അതൊന്നും, ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും എന്നെ പേഴ്സണലി വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെയല്ല. ഞാൻ അതിനെതിരെ എപ്പോഴാണെങ്കിലും, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ന ആളുകൾ ചെയ്യുന്നു, അങ്ങനെയല്ല. ഈ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ ഗുണ്ടകൾ എന്ന് പറയുന്ന ആളുകൾ എല്ലായിടത്തുമുണ്ട്. എല്ലാ പാർട്ടികൾക്കും സൈബർ വിങ് ഉണ്ട്. അവരിൽ തന്നെ റെസ്പോൺസിബിൾ ആയിട്ട് ആ ജോലി ചെയ്യുന്നവരും ചെറിയ ശതമാനമാണെങ്കിലും ഒട്ടും തന്നെ റെസ്പോൺസിബിലിറ്റി കാണിക്കാതെ വളരെ മോശമായ രീതിയിൽ എന്താ പറയാ, വ്യക്തിഹത്യ എന്നുള്ള രീതിയിൽ ആളുകളോട് ഇടപഴകുന്ന ഒരു വിഭാഗവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് കോൺഗ്രസ് ആയിരുന്ന സമയത്തും ഞാൻ ഇതേ വാചകം തന്നെ സംസാരിച്ചിട്ടുണ്ട്. കാര്യം ആ സമയത്ത് എനിക്ക് നേരിട്ട സൈബർ അറ്റാക്കിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും അതേ പോസ്റ്റുകൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇടാറുണ്ട്. കാരണം എനിക്ക് വ്യത്യസ്തമായിട്ട് ഒന്നും പറയാനില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പേരെടുത്ത് പറഞ്ഞിട്ടല്ല ഞാൻ പറയാറുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ നിരീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവായിട്ട് ഇടപഴകുന്ന ഒരാളാവുമ്പോൾ, നമ്മുടെ ജീവിത പങ്കാളി ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവുമ്പോൾ എന്തായാലും വിമർശനങ്ങൾ വരും, ട്രോളുകൾ വരും. ഞാൻ അതിനെയൊക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അതിനെ ആ ഒരു സ്പിരിറ്റോട് കൂടി കാണുന്ന ആളുകളാണ്. അല്ലെങ്കിൽ പലപ്പോഴും ചിരിച്ചു തള്ളാവുന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ ട്രോളുകൾ. ഞങ്ങൾ തന്നെ എപ്പോഴും ചിരിച്ച് ആസ്വദിക്കുന്ന ആളുകളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചു കാലമായിട്ട് ആ ഒരു കാര്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു മൂല്യച്യുതി ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, ഇപ്പൊ നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല, ഇപ്പൊ ഷൈൻ ടീച്ചറുടെ ഈ ഒരു സംഭവത്തിന് 2 ആഴ്ച മുമ്പ് ഞാനും എന്റെ ഹസ്ബൻഡ് ഡോക്ടർ സൈരനും ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള ഒരു കേസുമായിട്ട്, ഇപ്പൊ ഞങ്ങൾ അതിന്റെ മാനനഷ്ട കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ അത് ഏറ്റുപിടിച്ചിരുന്നെങ്കിൽ ഈ ഷൈൻ ടീച്ചറുടെ ഒരു പൊസിഷനിൽ വന്ന് ചിലപ്പോൾ എനിക്ക് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തില് ഒരു വ്യക്തികളെ നട്ടാൽ കുരുക്കാത്ത നുണകള് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഒരു രീതി ഇന്ന് നമ്മുടെ സൈബർ വിങ്ങുകളിൽ അത് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഞാൻ പറയും, അത് ഏത് പാർട്ടിയാണ് എന്നുണ്ടെങ്കിലും അത് ക്യാൻസർ പോലെയാണ്. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് അതിനെ ക്യാൻസറിനോട് ഉപമിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവുന്ന, നമ്മുടെ കോശങ്ങൾ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ കോശങ്ങൾ ഒരു അബ്നോർമാലിറ്റിയിലേക്ക് പോവുകയാണ്. ആ കോശങ്ങൾക്ക് അത് ഭ്രാന്തമായിട്ട് പെറ്റുപെരുകയും സ്വന്തം ഏതാണ് ശത്രു ഏതാണ് എന്ന് അറിയാത്ത രീതിയിൽ അത് സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോ എനിക്കിപ്പോ തോന്നുന്നത്, പല പാർട്ടിയിലും അങ്ങനെയുള്ള ക്യാൻസറുകൾ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ റീസെന്റ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് തന്നെ നേരിടേണ്ടി വന്ന, റീസെന്റ് അല്ല ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ്. അപ്പോ അവരിൽ തന്നെ കുറച്ചു പേർ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ ഒരു കുറച്ച് സൈബർ ഗുണ്ടകൾ, അവര് സ്വന്തം പാർട്ടിയിലെ ആളുകളെ തന്നെ, അതായത് അവർക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ
എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ പോലും നഷ്ടപ്പെട്ട് ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ ഒരു ക്യാൻസർ കോശങ്ങളൊക്കെ പെരുമാറുന്ന രീതിയിലാണ് സൈബർ ഗുണ്ടകൾ, അവരെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നത്. ഇത് ഏത് പാർട്ടിയാണ് എന്നുണ്ടെങ്കിലും അത് നല്ല ഒരു കാര്യമല്ല. ഇപ്പൊ ഷൈൻ ടീച്ചർ ഇവിടെ സംസാരിച്ചത്, ഞാൻ അത് എടുത്തു പറയുന്നത്, ഒരിക്കലും ഒരു CPM-ന്റെ ഒരു നേതാവ് എന്നുള്ള രീതിയിലല്ല ടീച്ചർ ഇവിടെ സംസാരിച്ചത്. ടീച്ചർ എന്താ പറഞ്ഞത്? വളരെ ഏത് പാർട്ടിയിലാണെങ്കിലും ഇത് നല്ലൊരു പ്രവണതയല്ല. ഇതിനെ നമ്മൾ തിരുത്തണം. നമുക്കും ഇതിൽ പങ്കാളിത്തമുണ്ട്. ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവുന്നത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അതിനെതിരെ എല്ലാവരും പ്രതികരിക്കണം എന്നുള്ളതാണ്. അത് തന്നെയാണ് എനിക്കും ഈ ഒരു കാര്യത്തിനോട് പറയാനുള്ളത്. പക്ഷെ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ, അതിപ്പോ ഞങ്ങൾക്കെതിരെ വന്ന ആരോപണമായാലും ടീച്ചർക്കെതിരെയുള്ള ആരോപണമായാലും, ഇതൊക്കെ വരുന്ന ഒരു ടൈമിങ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇതാരാണ് ചെയ്യുന്നത്, ഇതിന്റെ പിറകിലുള്ള ശക്തികൾ ആരാന്നുള്ളത് കുറച്ചൊക്കെ നമുക്ക് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അവനവന്റെ ഇടയിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ എന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പോയി മറ്റേ കണ്ണിന്റെ കാഴ്ച കൂടി കളയാം എന്നുള്ള ഒരു രീതി എന്ന് പറയുന്നത് വളരെ മ്ലേച്ഛമായിട്ടുള്ള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.